ഇസ്രായേലിൽ നെതന്യാഹു യുഗം തീരുന്നു. നെതന്യാഹുവിനെ കല്ലെറിഞ്ഞ് ഓടിക്കുന്നു ജനങ്ങൾ. ജനങ്ങൾക്ക് മനസ്സിലായി നെതന്യാഹു ഒരു കാട്ടുകള്ളൻ തന്നെയാണെന്ന്. നെതന്യാഹുവിന് നേരെ ഒരുപാട് അഴിമതി ആരോപണങ്ങൾ പ്രതിപക്ഷം കൊണ്ടുവന്നിരുന്നു. ഈ സന്ദർഭത്തിലാണ് ഹമാസ് കയറി ഇസ്രായേലിനെ ആക്രമിച്ചത്. ആ ആക്രമണത്തിന് ആ ആക്രമണത്തോടു കൂടി പിടിച്ചു നിൽക്കാൻ നെതന്യാഹു തീരുമാനിച്ചു. അല്ലെങ്കിൽ ഇതിനു മുമ്പ് തന്നെ അഴിമതി ആരോപണത്തിൽപ്പെട്ട് നെതന്യാഹുവിൻ്റെ കസേര തെറിക്കുമായിരുന്നു. എന്തായാലും ഹമാസ് നടത്തിയ ആക്രമണം നെതന്യാഹുവിന് പിടിവള്ളിയായി മാറി. ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കാനും ഹമാസിനെ തകർക്കാനും നെതന്യാഹു യുദ്ധത്തിനിറങ്ങി. അപ്പോഴാണ് നെതന്യാഹുവിന് മനസ്സിലായത് ഗസയിലെ ജനങ്ങളുടെ തുടിപ്പാണ് ഹമാസ്. ജനങ്ങളെ കൊണ്ട് ഹമാസ് പ്രതിരോധം തീർക്കുന്നു. അതുകൊണ്ട് തന്നെ ഗസയിലെ പാവപ്പെട്ട ജനങ്ങളെ കൊന്നൊടുക്കി നെതന്യാഹു. പക്ഷേ ഇതുവരയ്ക്കും ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ നെതന്യാഹുവിന് കഴിഞ്ഞിട്ടില്ല. ഇസ്രായേലികൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഇനിയുള്ള ബന്ദികളെ മോചിപ്പിക്കണം എന്നാണ്. എവിടെയിട്ട് മോചിപ്പിക്കാൻ? ഹമാസിന്റെ തുരങ്കങ്ങൾ പൂർണ്ണമായും തകർത്തുവെന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോൾ തുരങ്കങ്ങളിൽ നിന്ന് പുറത്തു വന്ന് ഇസ്രായേൽ സൈന്യത്തോട് ഏറ്റുമുട്ടുന്ന ഹമാസ് പോരാളികളുടെ ദൃശ്യങ്ങൾ അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നു. നെതന്യാഹു ചെറിയ ഒരു സായുധ സംഘമായ ഹമാസിന് മുമ്പിൽ മുട്ടുകുത്തുന്ന അവസ്ഥ. ഇസ്രായേലിൻ്റെ പേരുകേട്ട കരസൈന്യവും പേരുകേട്ട വ്യോമസൈന്യവും ഒക്കെ ഹമാസിനെ തൊടാനാകാതെ ഇപ്പോഴും കിടന്ന് അലയുന്നു. അതിനു പകരം അവർ പാവപ്പെട്ടവരെ കൊല്ലുന്നു, പാവപ്പെട്ടവരെ കൊന്ന് തള്ളുന്നു. നെതന്യാഹുവിന് നേരെ ജനരോഷം ഇരമ്പുകയാണ് ഇസ്രായേലി പത്രങ്ങൾക്ക് ഇപ്പോൾ സെൻസർഷിപ്പുണ്ട്. ഇസ്രായേലിനുള്ളിൽ നടക്കുന്ന തകർച്ചകൾ, ഇസ്രായേലിന് ലഭിച്ച തിരിച്ചടികൾ, ഇതൊന്നും പുറം ലോകം അറിയരുത്. ഇതാണ് ഇസ്രായേലിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ പുറം ലോകം അറിയാൻ പാടുപെടുന്നത്. നെതന്യാഹു ഇപ്പോഴും ബങ്കറിൽ തന്നെയാണ്. ഇടയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് ഡയലോഗുകൾ അടിക്കുമെങ്കിലും നെതന്യാഹു സുരക്ഷിത താവളത്തിൽ തന്നെയാണ്. ഇറാനോട് കയറി കളിച്ച് ഇരട്ടിപ്പണി വാങ്ങി നെതന്യാഹു. ഇറാൻ ഇസ്രായേലിൻ്റെ നടുവൊടിച്ചു കളഞ്ഞു. മാത്രമല്ല, അയത്തുള്ള ഖൊമൈനി അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് ആണവ പദ്ധതികളുമായി തങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇറാൻ്റെ ആണവ നിലയങ്ങൾ അമേരിക്ക തകർത്തു എന്നൊക്കെയാണ് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ എഴുതിയത്. പക്ഷേ ഇറാൻ്റെ ആണവ നിലയങ്ങൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും ആണവ പദ്ധതികളുമായി മുന്നോട്ട് പോകുമെന്നും ഖൊമൈനി പ്രഖ്യാപിച്ചതോടുകൂടി ഇതൊക്കെ കള്ളമാണെന്ന് എല്ലാവർക്കും വ്യക്തമായി. എന്തായാലും യുദ്ധം കടുക്കുകയാണ് ഗസയിൽ. ഹമാസ് പോരാളികൾ അവരുടെ തുരങ്കങ്ങളിൽ സുരക്ഷിതരാണ് എന്നാണ് ഇപ്പോഴും റിപ്പോർട്ടുകൾ. റഫേലൊക്കെ ഇസ്രായേൽ ശക്തമായ ആക്രമണം നടത്തിയെങ്കിലും ഹമാസ് പോരാളികളെ കൊല്ലാനൊന്നും സാധിച്ചിട്ടില്ല. അതിനിടയ്ക്ക് ഇസ്രായേൽ സൈന്യത്തിന് 2-3 ദിവസം മുമ്പ് ഞങ്ങളത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു കൂട്ടക്കുരുതി തന്നെ ഉണ്ടായി. ഹമാസ് ഇസ്രായേൽ സൈന്യത്തെ ഗറില്ല യുദ്ധതന്ത്രം ഉപയോഗിച്ച് ചെറുക്കുകയാണ്. ആക്രമിച്ച ശേഷം തുരങ്കങ്ങളിലേക്ക് പിൻവാങ്ങുക, ഇതാണ് ഹമാസിൻ്റെ ശൈലി. എന്തുകൊണ്ട് യുദ്ധം ജയിക്കുന്നില്ല എന്നാണ് നെതന്യാഹുവിനോട് ഇസ്രായേലികൾ ചോദിക്കുന്നത്. അതിന് നെതന്യാഹുവിന് ഉത്തരമില്ല. ഇസ്രായേലിലെ സമാധാന പ്രേമികൾ ഈ യുദ്ധത്തിന് എതിരുമാണ്. കാരണം പാവപ്പെട്ട ജനങ്ങളെ കൊന്നൊടുക്കുന്നത് അവർക്ക് സഹിക്കാനാവില്ല. ഇങ്ങനെ 2 വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്നും എതിർപ്പ് നെതന്യാഹു നേരിടുകയാണ്. നെതന്യാഹുവിൻ്റെ കസേരയ്ക്ക് ഇനി അധികം ആയുസില്ല. ഇസ്രായേലിൽ നെതന്യാഹുവിനെതിരായ ഒരു കലാപം വരെ ഉണ്ടായേക്കാം. അത്ര സങ്കീർണമാണ് ഇസ്രായേലിൻ്റെ അവസ്ഥ. ഇസ്രായേൽ തലങ്ങും വിലങ്ങും ബോംബിടുകയാണ് ഗസയിൽ. ഇപ്പോൾ കരയുദ്ധത്തിന് ഇറങ്ങിത്തിരിച്ച് ഹമാസിൽ നിന്ന് നല്ല അടി വാങ്ങിക്കൂട്ടുന്നു. ഹമാസിന് ആയുധങ്ങൾക്ക് പഞ്ഞമില്ല എന്നവർ തെളിയിച്ചു കഴിഞ്ഞു. ഇറാൻ നിർമ്മിത ആയുധങ്ങളാണ് അവരുടെ കയ്യിൽ. ഇത്രയൊക്കെ തിരിച്ചടി ഉണ്ടായിട്ടും നെതന്യാഹു യുദ്ധത്തിൽ തന്നെ പിടിച്ചു നിൽക്കുന്നത്, ഗസയിലെ യുദ്ധം നിർത്തിവെച്ചാൽ
അല്ലെങ്കിൽ വെടിനിർത്തൽ യാഥാർത്ഥ്യമായാൽ തൻ്റെ കസേര തെറിക്കുമെന്ന ഉറപ്പുകൊണ്ടാണ്. തന്നെ ജനങ്ങൾ ഇസ്രായേൽ വീഥികളിൽ കല്ലെറിഞ്ഞ് ഓടിക്കും എന്നുള്ള വ്യക്തമായ ചിത്രം നെതന്യാഹുവിന് ഉണ്ട്. എന്തായാലും യുദ്ധം വല്ലാത്തൊരു രീതിയിലേക്ക് പോകുന്നു. ഗസയിലെ ജനങ്ങളെ കൊന്നൊടുക്കുന്നു നെതന്യാഹു. ഗസയിലെ കുട്ടികൾക്ക് വിശക്കുന്നു. വിശപ്പിന് വേണ്ടി ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അവർ ക്യൂ നിൽക്കുന്നു. ഇത്രയും ക്രൂരത നെതന്യാഹുവിന് മാത്രമേ കാണിക്കാൻ കഴിയൂ. എന്തായാലും ഹിറ്റ്ലർ, മുസോളിനി തുടങ്ങിയവരെക്കാൾ ക്രൂരനായി മാറിയിരിക്കുന്നു നെതന്യാഹു. ഹിറ്റ്ലറിനും മുസോളിനിക്കും ഒക്കെ ഒരാശയത്തിൻ്റെ അടിത്തറയുണ്ടായിരുന്നു. നെതന്യാഹുവിന് ആശയത്തിൻ്റെ അടിത്തറയല്ല ഉള്ളത്. അയാൾക്ക് ഉള്ളത് അയാളുടെ കസേര നിലനിർത്താനുള്ള വ്യഗ്രതയാണ്. അതിനുവേണ്ടിയാണ് യുദ്ധം നീട്ടിക്കൊണ്ട് പോകുന്നത്. ഈ സന്ദർഭത്തിൽ ഇറാന്റെ ആയുധങ്ങൾ സുലഭമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഹമാസിനെന്ന് നെതന്യാഹു ആരോപിക്കുന്നു. അത് മുമ്പേ ആരോപിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ ആരോപണത്തിൽ പിടിച്ചാണ് ഇറാനെ കയറി ആക്രമിച്ചത്. അതിന് 10 മടങ്ങ് തിരിച്ചടി ഇറാൻ കൊടുത്തു. ഇറാന്റെ ആക്രമണത്തിൽ തകർന്ന ഇസ്രായേലിന്റെ ടെല്ലവീവും മറ്റ് നഗരങ്ങളുമൊക്കെ പുനർനിർമ്മിക്കാൻ തന്നെ വൻ തുക വേണ്ടിവരും. എന്നിട്ടും നെതന്യാഹു യുദ്ധത്തിൽ ഉറച്ചു നിൽക്കുക മാത്രമല്ല, വംശഹത്യ നടത്തുന്നു. ഒരു വിഭാഗത്തെ കൊന്നൊടുക്കുന്ന ഭീകരമായ രീതി. ഇത് നെതന്യാഹുവിന് മാത്രമേ കഴിയൂ. ലോകത്തെ ഏറ്റവും ക്രൂരനായ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ നിസ്സംശയം ഉത്തരം പറയാം, അത് നെതന്യാഹു തന്നെയാണെന്ന്. ഇസ്രായേലിലെ സമാധാന പ്രേമികൾ നെതന്യാഹുവിനെ എതിർക്കുന്നു. അതോടൊപ്പം ബന്ദികളാക്കിയ ഇസ്രായേലികളെ പൂർണ്ണമായും തിരിച്ചു കൊണ്ടുവരാത്തതിൽ ഇസ്രായേലി ജനങ്ങൾക്ക് രോഷമുണ്ട്. ചുരുക്കത്തിൽ 2 ഭാഗത്തു നിന്നും നെതന്യാഹു അടിയേൽക്കുകയാണ്. നെതന്യാഹുവിനെ പിന്തുണച്ചിരുന്ന തീവ്ര വലതുപക്ഷ കക്ഷികളും മനോഭാവം മാറ്റിയിട്ടുണ്ട്. സയനിസ്റ്റുകൾ അവർ മനോഭാവം മാറ്റിയിട്ടുണ്ട്. കാരണം ഇറാനുമായുള്ള യുദ്ധം അത് വേണ്ടാത്തരത്തുണ്ടായ ഒരു യുദ്ധമായിരുന്നു, അനാവശ്യമായ ഒരു യുദ്ധമായിരുന്നു എന്നാണ് അവർ കണക്ക് കൂട്ടുന്നത്. ഇറാന്റെ ശക്തി അറിയാതെ ഇറാനെ കയറി ആക്രമിച്ചു. അവിടെയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന് പിഴച്ചു പോയത്. ഇറാന്റെ മിസൈൽ കരുത്തിന് മുമ്പിൽ ഇസ്രായേൽ മാത്രമല്ല അമേരിക്കയും വിറച്ചു. അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് തിടുക്കത്തിൽ സമാധാനം ഉറപ്പിച്ചത്. ഒറ്റ രാത്രി കൊണ്ട് സമാധാനം ഉറപ്പിച്ചു കളഞ്ഞു ട്രംപ്. അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താവളങ്ങൾ സുരക്ഷിതമായിരിക്കില്ല എന്ന് ട്രംപിന് വ്യക്തമായി അറിയാം. അതുകൊണ്ടാണ് ഇറാനോട് കയറി മുട്ടാതെ പതുക്കെ പിൻവാങ്ങിയത്. പക്ഷേ ഹമാസിനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു ട്രംപ്. അതിന് ട്രംപിന് ഒരുപാട് വ്യക്തിപരമായ കാരണങ്ങളുണ്ട്. ഗസയെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുക, അത് അയാൾ പറഞ്ഞു കഴിഞ്ഞു. അതാണ് അയാളുടെ ലക്ഷ്യം. അതിനുവേണ്ടി തെക്കൻ ഗസയിലേക്ക് കുടിയൊഴിപ്പിക്കുകയാണ് ഗസയിലെ ജനങ്ങളെ. അവർ പോയി കഴിഞ്ഞാൽ ഹമാസ് പോരാളികളുമായി മുഖാമുഖം ഒരു ഏറ്റുമുട്ടൽ നടത്തി അവരെ കീഴ്പ്പെടുത്താം എന്നാണ് IDFിൻ്റെ കണക്കുകൂട്ടൽ. IDF എന്നാൽ ഇസ്രായേൽ സൈന്യത്തിൻ്റെ കണക്കുകൂട്ടൽ. പക്ഷേ അതൊക്കെ പാഴായി പോകുന്നു. ജനങ്ങൾ അവിടെ നിന്നും അവരുടെ ജന്മഭൂമിയിൽ നിന്നും മാറിപ്പോകാൻ അല്ലെങ്കിൽ കുട്ടിയൊഴിഞ്ഞു പോകാൻ അവർ ഒരുക്കമല്ല. ജനങ്ങൾ പ്രതിഷേധിച്ച് തുടങ്ങിയിരിക്കുന്നു. ഇസ്രായേലി പട്ടാളക്കാരെ കാണുമ്പോൾ കുട്ടികൾ കല്ലെറിയുന്ന രീതി, അതാണ് ഗസയിൽ ഇപ്പോൾ കാണുന്നത്. ഓരോ കുട്ടിയും ഓരോ യോദ്ധാവായി പുനർജനിക്കുന്ന രീതി, അതാണ് ഗസയിൽ ഇപ്പോൾ കാണുന്നത്. എന്തായാലും നെതന്യാഹുവിൻ്റെ യുഗം കഴിയാറായിരിക്കുന്നു. ഇസ്രായേലികൾ തന്നെ കല്ലെറിയുന്ന അവസ്ഥ. ഗതികേടിലാണ് നെതന്യാഹു.